ധനമന്ത്രി പാർലമെന്റിലെത്തിയിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് 20 മിനിറ്റുകൾ മാത്രമാണ്. നേരത്തെ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ ഒരു സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രം. ഇനിയിപ്പോൾ 20 മിനിറ്റുകൾ കൂടി കഴിഞ്ഞാൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം ആരംഭിക്കും. KR സാജുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സാജു, ഈ മനുഷ്യ വന്യജീവി സംഘർഷം അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി നിൽക്കുന്നതും വലിയ പ്രയാസം നിത്യജീവിതത്തിൽ മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കുന്നതും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണമായ അവസ്ഥയാണ്. അതിൻ്റെ സീരിയസ്നെസ് കൃത്യമായി ഇടത് വലത് MP-മാർ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയതുമാണ്. അതിലൊരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അതാണ്. കടമെടുപ്പ് പരിധി ഉയർത്തണം, വയനാടും പാക്കേജ് വേണം, അതൊക്കെ അവിടെയുണ്ട്. പക്ഷെ എപ്പോഴും ഏറ്റവും വലിയ ഒരു സങ്കീർണമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ എന്ത് ഇടപെടലിന്, എന്ത് ആശ്വാസ പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ട് സാജു? കേരളം 1000 കോടി രൂപയുടെ പാക്കേജ് വെറുതെ ആവശ്യപ്പെടുകയല്ല ചെയ്തിരിക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സ്വന്തം നിലയിൽ ചെയ്തു തീർക്കാൻ ആവശ്യമായ വരുമാനമുള്ള സംസ്ഥാനമല്ല. നമ്മുടെ തനതു വരുമാന സ്രോതസ്സുകൾ വർദ്ധിച്ചിട്ടുണ്ട്. പഴയ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാകും. പക്ഷേ ആ തനതു വരുമാനങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് മാത്രം കേരളത്തിന് 64% പണം തനതു വരുമാനത്തിൽ നിന്നും കണ്ടെത്തേണ്ടി വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം വിഹിതം അനുവദിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ പല മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ആ മാനദണ്ഡങ്ങളിലൊക്കെ മുകളിലുള്ള ജീവിത സാഹചര്യം നേടിയെടുത്ത ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് നമുക്ക് അത്രയധികം ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരും. അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേക പാക്കേജുകൾ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം എന്നത് കൂടി വരികയാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതിന് അപ്പുറത്തേക്ക് അത് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന് ആവശ്യമായ വിസ്തൃതിയുടെ കൂടുതൽ ഭാഗവും സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾക്കുള്ള സഹായം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സംസ്ഥാനം ഇക്കാര്യത്തിൽ ഒരു 1000 കോടി രൂപ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പകുതിയെങ്കിലും കിട്ടണം എന്ന് തന്നെ കേരളം ഇപ്പോൾ കരുതുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച പദ്ധതികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം നിലയിൽ പണം കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. അതിൻ്റെ ആ വിഷയത്തിൽ നിന്നും മാറി മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ ആ കേരളം നേരിടുന്ന വെല്ലുവിളി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം 25% പണം സംസ്ഥാന സർക്കാരാണ് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 25% പണം നമ്മൾ നൽകിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കിഫ്ബി വഴി വായ്പ എടുത്തുകൊണ്ടാണ് ആ പണം കണ്ടെത്തിയത്. പക്ഷെ സംഭവിച്ചത് ആ പണം കൂടി കേരളത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമാക്കി കേന്ദ്രം വരുത്തിയതോടുകൂടി കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ 6000 കോടി രൂപ ആ ഇനത്തിൽ തന്നെ കുറവ് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ വർഷം ഇതിന്റെ ഭാഗമായി ഒരു 6000 കോടി രൂപ അധികമായി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ അനുവദിക്കണമെന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെക്കുന്നത്. അതായത് കേരളത്തിന്റെ കുറച്ച് കാലമായി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഇത് വരും. അതൊരു മറ്റു രീതിയിലാണ് പരിശോധിക്കുക. കിഫ്ബിയും പെൻഷൻ കമ്പനിയും പോലെ സർക്കാർ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സർക്കാർ പിന്തുണയുള്ള കമ്പനികളോ ഒക്കെ എടുക്കുന്ന വായ്പകളെ കൂടി കേരളത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പെടുത്തുന്നത്. അതിലൊരു മാറ്റം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് പോലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന്, അത് കടമായി എടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക അനുമതി എന്ന നിലയ്ക്കാണ് കേരളം മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഈ സാമ്പത്തിക വർഷം ഒരു 6000 കോടി രൂപ കൂടി വായ്പ എടുക്കാൻ ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട ചെലവഴിച്ച പണം സ്വന്തം വരുമാനത്തിൽ നിന്ന് കേരളം നൽകിയതാണ് 6000 കോടി എന്ന് കേരളം ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ അത് വായ്പയായി എടുക്കാനെങ്കിലുള്ള അനുമതി നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വിഴിഞ്ഞത്തിലേക്ക് ഒന്ന് പോകുക. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആദ്യഘട്ട വികസനത്തിന്റെ ഭൂരിഭാഗം പണവും സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് നൽകിയതാണ്. അവിടെയാണ് വയബിലിറ്റി വിഴിഞ്ഞത്തിലേക്ക് വരാം. ചെറിയൊരു ഇടവേള എടുക്കേണ്ടി വരുന്നു. ഇനിയിപ്പോൾ നമുക്ക് 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ബജറ്റ് അവതരണത്തിന് വേണ്ടി. കേരളത്തിന് പല ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളുടെയൊക്കെ കൃത്യമായ സീരിയസ്നെസ് ബോധ്യപ്പെടുത്തിയതുമാണ്.